ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീണ്ടും ഞാനൊരു ഫ്ലിപ്കാർട്ട് ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള കുറച്ച് അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ട്സും ഇതിലുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ടാണ് കേട്ടോ. നല്ലൊരു ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്. ഇതാണ് കേട്ടോ ഷർട്ട് വന്നിട്ട്. ഇതിൻ്റെ കോളർ ഇതുപോലെയാണ്. ഇത്രയും സ്പേസ് ഓപ്പൺ ആണ്. ബട്ടൺസും കാര്യങ്ങളൊന്നും വരുന്നില്ല. അവിടെ അങ്ങോട്ടാണ് കേട്ടോ ബട്ടൺസ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലുള്ള ഈ ഒരു സെയിം കളറിലുള്ള ബട്ടൺസ് തന്നെ കേട്ടോ. അതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു കോട്ടൺ ലിനൻ മെറ്റീരിയൽ ആണെന്നുണ്ടോ. കോട്ടൺ മെറ്റീരിയലാണ്. നല്ല കംഫർട്ടബിൾ ആണ്. നമ്മൾ ഈ ഒരു ചൂടുള്ള സമയത്തൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ്. ഭയങ്കര തിക്കായിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുക ഓഫീസ് വെയർ ആയിട്ടായിരിക്കും. കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും എനിക്ക് തോന്നുന്നു. ഫോർമൽ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. നല്ലൊരു ഫോർമൽ പാൻസ് ഒക്കെ കൊടുത്ത് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങളിത് ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഈ ഒരു ഷർട്ട് ആൻഡ് കളർ അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ സൈസ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് മീഡിയമാണ്. നോർമൽ എൻ്റെ സൈസ് തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ട് ആയതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 700 സംതിങ് ആട്ടോ. ആ ഒരു പ്രൈസിലാണ് ഇത് എനിക്ക് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ ഓഫീസ് വെയറിലൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ്. നല്ലൊരു ഷെയ്ഡിൽ വന്നിട്ടുള്ള. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാണാം. അപ്പോൾ ഞാൻ അടുത്തായിട്ട് കാണിക്കുന്ന ഒരു ഷർട്ട് തന്നെ കേട്ടോ. ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ടാണ്. ഇപ്പോൾ ഞാൻ കാണിച്ച ആ ഒരു ഷർട്ടിൻ്റെ സെയിം ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് വിസ്കോസ് റയോൺ മെറ്റീരിയൽ ആട്ടോ. ഇതാണ് കേട്ടോ ഷർട്ട് വന്നിട്ട് റയോൺ മെറ്റീരിയൽ വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ സ്ലീവ്സ് വന്നിട്ട് ഇതുപോലെ കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്തി ആട്ടോ സ്ലീവ്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് ഇതുപോലെയാണ്. ഇത്രയും ഭാഗം ഓപ്പൺ ആണ്. പിന്നെ ഫുൾ ബട്ടൺസ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു കളറിലാണ് കേട്ടോ ബട്ടൺസ് വരുന്നത്. സെയിം കളറല്ല, ഈ ഒരു കളറിലാണ് വരുന്നത്. ബട്ടൺസ് നമ്മളിത് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു മോഡൽ ഡിസൈനിലാട്ടോ വന്നിട്ടുള്ളത്. പിന്നെ അതിന് ഇത് ഭയങ്കര ഒരു എന്താ പറയുക ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിട്ടും തോന്നില്ല. അത്രയ്ക്കും ഭയങ്കര ഇതായിട്ടുള്ള മെറ്റീരിയലാണ്. അത്ര തിക്കൊന്നും ഇല്ലാത്ത ഭയങ്കര തിന്നായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. പക്ഷെ അങ്ങനെ അത്ര തിന്നാണെന്ന് വെച്ചിട്ട് നമുക്ക് സീ ത്രൂ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. നല്ല കംഫർട്ടബിളാണ് വെയർ ചെയ്യാൻ. നല്ല ചൂടുള്ള സമയത്തൊക്കെ ഈ ഒരു വെതറിലൊക്കെ നിങ്ങൾക്ക് വെയർ ചെയ്യാം. അടിപൊളിയാട്ടോ. അത്രയും കംഫർട്ടബിളാണ്. പിന്നെ ഇതിൻ്റെ സൈസ് ഞാൻ ചൂസ് ചെയ്തത് മീഡിയമാണ്. എൻ്റെ നോർമൽ സൈസ് ഓവർ സൈസ്ഡ് ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു സ്ലീവ് വന്നിട്ട് ഇതുപോലെ കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്തിലൊക്കെ വന്നിട്ടുള്ള ഒരു സ്ലീവാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 700 സെയിം ആ ഒരു പ്രൈസ് തന്നെ കേട്ടോ ഇതിന് വരുന്നത്. 700 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ്. പിന്നെ ഇതിവിടെ ഒരു സൈഡിൽ അങ്ങനെ സ്ലിറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിന് ഒരുപാട് സൈസസ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു പ്ലസ് സൈസൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നുണ്ടോ. അപ്പോൾ ഞാൻ ചൂസ് ചെയ്ത മീഡിയമാണ്. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കട്ടോ. അപ്പോൾ സൈസസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ്. നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റസ്റ്റ് ഓറഞ്ച് കളറിൽ വന്നിട്ടുള്ള ഒരു ഷർട്ട്. നല്ലൊരു കളർ ഷെയ്ഡ് അല്ലേ. അപ്പോൾ ഇത് നേരത്തെ കാണിച്ചൊക്കെ നല്ലൊരു കളർ. അപ്പം അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഞാൻ അടുത്തായിട്ട് കാണിക്കുന്നത് ഒരു ഓവർ സൈസ്ഡ് ഷർട്ട് തന്നെ കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഓവർ സൈസ്ഡ് ഷർട്ടാണ്. ഒരു ക്രീം ബേജ് ആൻഡ് ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. ഇത് വന്നിട്ട് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു മെറ്റീരിയൽ ആട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വെതറിൽ ഇത് യൂസ് ചെയ്യാൻ നമ്മുടെ അവിടെ പറ്റില്ല കേട്ടോ. കാരണം അത്രയും നല്ല ഹെവി ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നമുക്കൊരു വിൻ്റർ ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. അടിപൊളി ക്വാളിറ്റിയിലാണ്. നല്ല അഫോർഡബിൾ പ്രൈസിലാട്ടോ ഈ ഒരു ഷർട്ട് ഞാൻ ട്രൈ ആക്കിയിട്ടുള്ളത്. അതുപോലെ നല്ല ക്വാളിറ്റി ആൻഡ് ഫിറ്റിംഗ് ഒക്കെ അടിപൊളിയാട്ടോ. നല്ലൊരു ബോക്സി ഫിറ്റിൽ വന്നിട്ടുള്ള ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ടാണ് കേട്ടോ. ഇതിൻ്റെ സൈസ് ഞാൻ ചൂസ് ചെയ്തത് മീഡിയമാണ്. മീഡിയം നോർമൽ എൻ്റെ സൈസ് തന്നെ കേട്ടോ. അപ്പം ഷർട്ട് ഇങ്ങനെ ആയിട്ട് വരുന്നത്. ഇത്രയും ഭാഗം ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അവിടെ ബട്ടൺസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതിൻ്റെ ഫുൾ ഒരു വൈറ്റ് കളറിലുള്ള ബട്ടൺസാണ് വന്നിട്ട്. അപ്പം ഒരു സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. നല്ല ക്വാളിറ്റി ആൻഡ് ഫിറ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 500 ആ റേഞ്ചിലാട്ടോ ഇതിൻ്റെ പ്രൈസ്. ആ ഒരു പ്രൈസിന് നല്ല വേർത്താണ്. കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലായിട്ട് വന്നിട്ടുള്ള നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നല്ലൊരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷർട്ടാട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാണാം. അടുത്ത ഓവർ സൈസ്ഡ് ഷർട്ട് വന്നിട്ട് ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ച പോലെ തന്നെ നമുക്ക് ഈ ഒരു ടൈമിൽ യൂസ് ചെയ്യാൻ ഈ ഒരു വെതറിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു വിൻ്റർ ടൈപ്പിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ഓവർ സൈസ്ഡ് ഷർട്ടാണ് കേട്ടോ. ഈ ഒരു വാം ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഷർട്ടാണിത്. വിൻ്ററൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് അടിപൊളിയായിരിക്കും. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മെറ്റീരിയലും ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ്. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഷർട്ട് ഇങ്ങനെ ആട്ടോ വന്നിട്ടുള്ളത്. അതിൻ്റെ ഇത്രയും ഭാഗം ഇത് ഓപ്പൺ ആണ്. പിന്നെ അവിടുന്ന് നമ്മൾ അങ്ങോട്ട്
ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിലുള്ള ബട്ടൺസ് ആട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ചെക്കേർഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഫിറ്റിംഗ് ആണ് എടുത്ത് പറയേണ്ടത്. നേരത്തെ കാണിച്ച പോലെ തന്നെ നല്ലൊരു ഫിറ്റിംഗ് ആട്ടോ. ഇതൊക്കെ ഒരു സെയിം ബ്രാൻഡിൽ വന്നിട്ടുള്ള കേട്ടോ. അതുകൊണ്ടാണ് അത്യാവശ്യം നല്ല ഫിറ്റിംഗ് ഭയങ്കര അടിപൊളിയാട്ടോ. നല്ലൊരു ഷർട്ട് നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ക ഒരു പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ലെങ്ത്തും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വരുന്ന ഫിറ്റിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു ഫിറ്റിങ്ങിൽ. ഓവർ ലെങ്ത് ആയി കഴിഞ്ഞാൽ ഷർട്ട് ഭംഗി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഭയങ്കര ഷോർട്ട് ആയി കഴിഞ്ഞാൽ ഇടാനും എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. ഇടുന്നവരുണ്ടാവും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചത് ഭയങ്കര ഒരു ഫിറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഫിറ്റിംഗ് ആണ്. എൻ്റെ സൈസ് ഞാൻ ചൂസ് ചെയ്തത് മീഡിയം തന്നെയാണ്. എൻ്റെ നോർമൽ ആയിട്ടുള്ള സൈസ് ചൂസ് ചെയ്താൽ മതി. കാരണം ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ടല്ല. അപ്പം നമുക്ക് എക്സ്ട്രാ സൈസസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഓവർ സൈസ്ഡ് ആയി പോകും. ഇതിപ്പോൾ കറക്റ്റ് ആ ഒരു ഫിറ്റിംഗ് അടിപൊളിയാണ് കേട്ടോ. പ്രൈസിന് ഈ ഒരു ഓവർ സൈസ്ഡ് ഷർട്ട് ഭയങ്കര അഫോർഡബിൾ ആണ്, ഭയങ്കര വേർത്താണ്. നല്ല ക്വാളിറ്റി ആൻഡ് ഫിറ്റിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ഫിറ്റിംഗ് ആണ് ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പം ഇത് ഭയങ്കര വേർത്താണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിൽ കാണിച്ച ഓവർ സൈസ്ഡ് ഷർട്ട്സ് ഒക്കെ അടിപൊളിയാണ്, എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. കമൻറ്റ് ചെയ്യുക എന്തൊക്കെയാണ് വീഡിയോസ് ഇഷ്ടമായോ, അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസ് ചെയ്യണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. അതുപോലെ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരുപാട് പേര് സൈസ് ചോദിക്കാറുണ്ട്. അപ്പോൾ സൈസ് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ മെൻഷൻ ചെയ്യാറുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അപ്പം ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സൈസ് കാണാം. അതിൽ ഞാൻ കൊടുക്കാറുണ്ട്. ഇവിടെ ഞാൻ സൈസ് കൊടുക്കാറില്ല. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ഹോൾ വീഡിയോസ് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് സൈസ് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. അപ്പം ഇതിലൊക്കെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ എൻ്റെ ഇതിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ അതിലും കാണാം. പിന്നെന്താ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന വീഡിയോസിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ലിങ്ക് വരും കേട്ടോ DM. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.